ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 56. കഴിഞ്ഞ ഭാഗങ്ങളിൽ കേട്ടതിൽ നിന്നും ആകാശത്തട്ടുകൾ, ആകാശവിധാനം, അവയ്ക്ക് മീതെ സ്വർഗങ്ങൾ, സ്വർഗാദി സ്വർഗങ്ങൾ, പുരാതന സ്വർഗാദി സ്വർഗങ്ങൾ, അനാദി സ്വർഗം, ശാശ്വത സ്വർഗം, നവീന സ്വർഗം എന്നിങ്ങനെ അനേക സ്വർഗങ്ങൾ സ്ഥിതി ചെയ്യുന്ന അതിലില്ലാത്ത സ്ഥലങ്ങൾ കൊണ്ട് നിബിഡമാണ് ദൈവം അധിവസിക്കുന്ന സ്വർഗം. ഉന്നത സ്ഥാനത്തുള്ള തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം സകല സ്വർഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ പഠന പരമ്പരയിൽ നിത്യത എന്ന വിഷയം വരുമ്പോൾ വിവരിച്ച് നമുക്ക് കേൾക്കാം. ഇവിടെ തുടർന്ന് നെഹമ്യാവ് 9:6 പറഞ്ഞിരിക്കുന്ന പ്രകാരം ദൈവം സകല സൈന്യത്തെയും ഉണ്ടാക്കുക എന്നതായിരുന്നു അടുത്ത പദ്ധതി. നെഹമ്യാവ് 9:6 നീ മാത്രം യഹോവയാകുന്നു, നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഉണ്ടാക്കി എന്ന് കാണുന്ന പ്രകാരം ദൈവത്തിൻ്റെ സൈന്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലെ ദൂതന്മാരെക്കുറിച്ച് തന്നെയാണ്. ദൂതന്മാർ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ ഇവരുടെ സൃഷ്ടിയുടെ സമയത്തെക്കുറിച്ച് ബൈബിൾ നിശബ്ദമാണ്. മനുഷ്യ സൃഷ്ടിക്കും ഭൂമിയുടെ അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടതായി ഇയ്യോബിൻ്റെ പുസ്തകം 38 അധ്യായം 6-7 ഭാഗങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ച് ആർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു എന്നുള്ളൊരു വാക്യമാണ് ഈ വാക്യത്തിൽ അടിസ്ഥാനമായി പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷകൾക്കായി അനേകം ദൂതന്മാരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ദാനിയേൽ 7:10, മത്തായി സുവിശേഷം 26:53, എബ്രായർ 12:22 കൂടി നോക്കിക്കാണുക. ദൂതൻ എന്നതിന് ഗ്രീക്കിൽ ആംഗലോസ് എന്നും എബ്രായ ഭാഷയിൽ മലക്കെന്നുമാണ്. ദൂതൻ ദൂതുവാഹിയാണ്. പഴയ നിയമത്തിൽ 108 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 175 പ്രാവശ്യവും ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞു കാണുന്നു. ദൈവവചനത്തിൽ ദൂതന്മാർക്കും അവരുടെ ശുശ്രൂഷകൾക്കും വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ദൂതന്മാരുടെ ആസ്തിക്യവും ശുശ്രൂഷയും അംഗീകരിക്കുന്നുമുണ്ട്. മനുഷ്യരെക്കാൾ ബുദ്ധിയും ശക്തിയുമുള്ള അനശ്വര ജീവികളും അത്യുന്നതനായ ദൈവത്തിൻ്റെ ശുശ്രൂഷകരുമാണ് ദൂതന്മാർ. ദൂതന്മാരെ 2 തിരിച്ചിരിക്കുന്നു. വിശുദ്ധ ദൂതന്മാരും പാപം ചെയ്ത ദൂതന്മാരും എന്ന നിലയിൽ വേദപുസ്തകം നമുക്ക് പഠനവിധേയമാക്കാം. അതുപോലെ ദൂതന്മാരുടെ പ്രകൃതി അറിയുവാൻ എബ്രായർക്കെഴുതിയ ലേഖനം 1 അധ്യായം അതിൻ്റെ 5 വാക്യം നോക്കിയാൽ മതിയാകും. അവിടെ ക്രിസ്തു ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നാണ് എബ്രായർ ആ വാക്യത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. നീ എൻ്റെ പുത്രൻ, ഞാനിന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് എബ്രായർ ചോദിക്കുന്നത്. ഇത് ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന വാക്യം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ വ്യക്തമാക്കുന്നു എന്ന് അനേകം വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ന് എന്ന പ്രയോഗം കൊണ്ട് ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ജനനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഇന്ന് എന്ന് പറയുന്നത് കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച കാലത്തെക്കുറിച്ചുമാണ്. തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ 2 വാക്യത്തിൽ ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പഴയ നിയമം ദൈവം നേരിട്ട് കൊടുത്തതിനേക്കാൾ കൂടുതൽ ദൂതന്മാർ മുഖാന്തരമാണ് ലഭിച്ചത്. ഇവിടെ ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം എന്ന് പറയുന്നതിനാൽ ന്യായപ്രമാണത്തിൻ്റെ പരിമിതിയെയും താൽക്കാലിക സ്വഭാവത്തെയുമാണ് അവിടെ കാണിക്കുന്നത്.
എങ്കിലും പഴയ നിയമ കൽപ്പന ലംഘിച്ചവർക്ക് ശിക്ഷ ലഭിക്കാതെ പോയിട്ടുമില്ല. ആകയാൽ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കണം എന്ന് പറയേണ്ടതിനാണ് ആ വാക്യം സൂചിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.